നമ്മള് വരുമ്പോ അവരുടെ അവിടെ ചെല്ലുമ്പോ ഒക്കെ നല്ല രീതിയിൽ നമ്മളോടും അവരോടൊക്കെ പെരുമാറുന്നവരാണ്. അതാണ് ഒരു ഇതുണ്ട്. ചിലതുണ്ട് പോയി കഴിഞ്ഞാൽ അവരുടേതായ കുറെ ആളുകളുണ്ട്. അവരോടല്ലാതെ തിരികെ സംസാരിക്കാൻ കുറച്ച് അവരുടെ ആവശ്യങ്ങൾക്ക് മാത്രം കൂടെ ചേർന്ന് നിൽക്കുന്നവരൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഓരോന്നല്ല. പേര് തന്നെ വിളിക്കാം അല്ലെ? ഓക്കെ. അതിനകത്ത് ബാംഗ്ലൂർ പോവാറുണ്ട് പറഞ്ഞ് ബാംഗ്ലൂര് സെറ്റിൽഡ് ആണോ അതോ ഇടക്ക് പോകുന്നതാണോ ബാംഗ്ലൂര്? നാള് ബാംഗ്ലൂർ ട്രിപ്പിന്റെ ഇതൊക്കെ കണ്ടിരുന്നു. ഇപ്പൊ പുതിയ വീഡിയോസ് ഒന്നും ഇല്ലല്ലോ അനിതയുടെ ഇതില്. അനിത നല്ല രീതിയിൽ സപ്പോർട്ടാട്ടോ FM. അതെ അതെ. അത് പല അത് സംഭവം എന്താ വെച്ചാലേ ഇപ്പോ അനിത ഇവിടെ വന്നു കഴിഞ്ഞാല് നമുക്ക് അനിത വന്നവരല്ല പുതിയ ഒരാൾ വന്നു കഴിഞ്ഞാല് നമുക്ക് പുതിയ ഒരാൾ എന്നുള്ള ഒരു ഇത് തന്നെയാണ് നമുക്ക് ഉണ്ടാവുള്ളൂ. പിന്നെ അവര് സ്ഥിരമായിട്ട് വന്ന് കാര്യങ്ങൾ അറിയും. ഇപ്പൊ ഇവിടെ റഷീദ വരാറുണ്ട്, റയ്യാന വരാറുണ്ട്, പിന്നെ ഷഹർബാൻ വരാറുണ്ട്. ഷഹർബാൻ പാലക്കാട് ഇവിടെ അജ്മാനിലുള്ളതാണ്. പിന്നെ റഷീദ പാലക്കാടാണ്. അങ്ങനെ കുറെ ആളുകളുണ്ട്. ഇപ്പൊ കുറച്ചായിട്ട് ആരെയും കാണാൻ കിട്ടുന്നില്ല. ചന്ദ്രമതി അമ്മ ആരത്? ഹായ് ഹായ് ഹായ്, എന്താണ് ചന്ദ്രമതി അമ്മ വിശേഷം? സുഖായിരിക്കുന്നു. അനിത FM നമ്മുടെ അമ്മ വന്നിരിക്കുന്നു. അമ്മക്കൊരു ഹായ് കൊടുക്ക്. ട്രിപ്പ് പോയതാണ് അല്ലേ? ഞാൻ വിചാരിച്ചു ഹസ്സിന അവിടെയാണ് വർക്ക് എന്ന്. ഹസ്സിന അവിടെ വർക്കാണ്. അപ്പൊ അവിടെ പോയപ്പോ അങ്ങനെ പോയതാന്ന് വിചാരിച്ചു. അതുപോലെ ഈ അമ്മയുടെ അടുത്തൊക്കെ ഞാൻ കുറെ നാളുകള് എനിക്ക് എവിടുന്നാണോ അമ്മേനെ ഞാൻ പരിചയപ്പെട്ടെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അമ്മ ലൈവ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അമ്മയുടെ അടുത്ത് കുറേ നേരം പോകും. അഥവാ എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ പറഞ്ഞതുപോലെ വാച്ചിങ് ഇട്ടിട്ട് നിൽക്കും. അനിതാന്ന് വിളിക്കുന്നത്, അനിതാസ് അല്ലെ? അനിതാസ് എവിടെ? FM പോയോ? അമ്മ സുഖാണോ ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ അനിത. ഇന്ന് ഞാൻ കണ്ടു, പക്ഷെ ഇന്ന് എനിക്ക് അമ്മയോടൊന്നും സംസാരിക്കാൻ പറ്റില്ല. ഞാൻ രാവിലെ കണ്ടു, ഒരു ഹായ് മാത്രം ഇട്ട് ലൈക്കും ചെയ്തിട്ട് ഞാൻ കുറെ കാര്യങ്ങൾക്ക് പോയി വാച്ചിങ് ഇട്ടിട്ട്. അനിതർത് കഴിഞ്ഞിട്ട് അമ്മനെ കണ്ടു. പിന്നെ ഉച്ചക്ക് അതുപോലെ മോഹനേട്ടനെ കണ്ട്. അത് കഴിഞ്ഞപ്പോ അതിന് മുന്നേ നദീർത്താനെ കണ്ട്. പിന്നെ ഉച്ചക്ക് നൗഷാദ് കാടെ ലൈവ് കണ്ടു. അത്ര ആൾക്കാരൊന്നും കണ്ടല്ലോ. ഇവിടെ ഉണ്ട്, FM ഇവിടെ ഉണ്ട്. നമ്മുടെ അമ്മ വന്നിട്ടാ കസ്റ്റമർ ഉണ്ട് അല്ലെ? അമ്മക്കൊരു ഹായ് കൊടുക്ക്. നീ ഇപ്പൊ ലൈവ് ഇടുന്നില്ലടാ FM? നിന്റെ ലൈവ് കാണാറില്ലല്ലോ. നിന്റെ റിയാക്ഷൻ വീഡിയോ നീ എവിടുന്നാടാ ഈ വീഡിയോകളൊക്കെ ഇപ്പൊ കുത്തിപ്പിടിച്ച് പൊക്കിക്കൊണ്ടുവരുന്നത്? നിനക്ക് എവിടുന്നാ ഇതേപോലെയുള്ള വീഡിയോകൾ കിട്ടുന്നത്? തിരക്കല്ലേ? വന്നത് തന്നെ സന്തോഷം. തിരക്കാണമ്മ. ഞാനിപ്പോഴും ഓരോ സ്ഥലത്തേക്ക് വന്നപ്പോ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരുന്നാണ്. ഞാൻ ഇവിടുന്ന് ഇറങ്ങിയാല് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. ഞാനും അമ്മ അതാണ് ഞാന് ഇപ്പൊ കൊറേ നിർത്തി അനിത. കൊറേ പോകലുകൾ നിർത്തി. കാരണം എന്താ അറിയോ? ആർക്കും സമയമില്ല. സമയമില്ലാത്തൊരു സമയം അവർക്ക് ഓൾറെഡി അവരുടേതായ കുറെ ആളുകൾ ഉള്ളത് കൊണ്ടാണ് വേറെ ഒന്നിനും സമയം കിട്ടാത്തത്. നമുക്ക് സമയം കിട്ടണം എന്ന് വെച്ചാല് നമുക്ക് അങ്ങനെ പെർട്ടിക്കുലറായിട്ട് കുറെ ആളുകളില്ല. മനസ്സിലായില്ല? ഇന്ന ആള് ഉണ്ടാവണം അല്ലെങ്കിൽ ഇന്ന ആള് നമ്മളിൽ എത്തണം എന്ന ഒരു പാറ്റേൺ നമ്മളിലില്ല. അതുകൊണ്ട് നമുക്ക് എന്താണ് സമയങ്ങളുണ്ട്. പിന്നെ ഗ്രൂപ്പുകളില്ല. അങ്ങനൊക്കെ ഒരു സംഭവങ്ങളുണ്ട്. അതൊക്കെയാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാനും അങ്ങനെ ലൈവ് ഇടാൻ തുടങ്ങിയപ്പോൾ പോകാൻ പറ്റുന്നില്ല. ചന്ദ്രമതി അത് കുഴപ്പമില്ല. അമ്മയുടെ കാര്യം എനിക്ക് അറിയും. കാരണം അമ്മക്ക് വേറെ ആക്ടിവിറ്റികളൊന്നും ഇല്ല. അമ്മ ഈ പറഞ്ഞതുപോലെ കുറെ പൂക്കൾ ഉണ്ടാക്കുന്നുണ്ട്. അടിപൊളിയായിട്ട് അത് കാണുന്നു. ഞാൻ അതൊക്കെ കാണും.